എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇത്തവണ സംസ്ഥാനത്ത് റെഗുലർ വിഭാഗത്തിൽ 4,14,290 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നത്. അതിൽ വിജയിച്ചവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉന്നത പഠനത്തിനായിട്ട് യോഗ്യത നേടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം 4,10,456 99.07% ഇത്തവണത്തെ വിജയ ശതമാനം. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ ഒരു ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 99.5% അത് ഇത്തവണ 99.07% ഇത്തവണത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത്. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ 4,10,456 ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് A+ നേടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഏതാണ്ട് പകുതിയോളമായി എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് സംസ്ഥാനത്ത് ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഇത്തവണ 30,514 30,514 കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും ഇത്തവണ A+ നേടിയിട്ടുള്ളത് എങ്കിൽ കഴിഞ്ഞ വർഷം അത് 61,400 അടുത്തായിരുന്നു. 61,400ഓളം കുട്ടികളാണ് കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടുള്ളതെങ്കിൽ ഇത്തവണ അത് 30,514 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ല പത്തനംതിട്ടയാണ്. വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്. ഒപ്പം തന്നെ A+ ശതമാനത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സൈറ്റിലൂടെ അവരുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് അവരുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. +1 അഡ്മിഷനും കാര്യങ്ങളും അതിന്റെ തീയതികളും ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ ഏകജാലക സംവിധാനത്തിന്റെ ഡേറ്റുകൾ, എപ്പോഴാണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുക, അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ഈ റിസൾട്ട് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. അവർ ഉദ്ദേശിച്ച സ്കൂളുകളും അതുപോലെ തന്നെ കോമ്പിനേഷനും അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനിയുള്ള പരീക്ഷകളിൽ ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ അവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.